അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി കല്ലത്തഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാഹി യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിന് പൊരുത്തപ്പെടുന്നത് മാത്രം പറയുവാനും പ്രവർത്തിക്കാനും ചിന്തിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ജാമിയ നൂരിയ അറബിക് കോളേജ് പട്ടിക്കാട് എന്ന സ്ഥാപനം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. കാരണം കേരളത്തിലെ ഒരു പഴയ സ്ഥാപനമാണത്. ഒരു പക്ഷേ കേരളത്തിലെ സനത് കൊടുക്കുന്ന ആദ്യത്തെ കോളേജും അതുതന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചെറിയ പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും എല്ലാ വർഷത്തിലും അതിൻ്റെ സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. നമ്മളോരോ മഹല്ലുകളും അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ, അതിലേക്ക് സംഭാവനകളൊക്കെ ചെയ്യാറുമുണ്ട്. ജാമിയ നൂരിയ എന്ന് പറയുന്ന ആ സ്ഥാപനം വളരെ അനുഗ്രഹീതമായൊരു സ്ഥാപനം. ഈ സംസാരിക്കുന്ന വിനീതനായ ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. ജാമിയയുടെ പ്രത്യേകത, അതിൻ്റെ പ്രവർത്തകരായിട്ടും അതിൻ്റെ നേതാക്കളായിട്ടും അതിൻ്റെ ഗുണകാംക്ഷികളായിട്ടുമൊക്കെ ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായത് മഹത്തുക്കളായ ആളുകളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇഷ്ടപ്പെട്ടൊരു സ്ഥാപനമാണത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മദതും അവരുടെ ഒരു ബർക്കത്തുമൊക്കെ ആ സ്ഥാപനത്തിന് ഉണ്ട്. അല്ലെങ്കിൽ അത് തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ വളർച്ച. പൊതുവെ സ്ഥാപനം എന്നുള്ളത് കേരളത്തിൽ അത്ര ഒരു പഞ്ഞമില്ല ഉള്ള ഒരു വിഷയമല്ല. ഇഷ്ടം പോലെ കോളേജുകൾ കേരളത്തിലുണ്ട്. വിവിധങ്ങളായ സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, അറബിക് കോളേജുകൾ, മുത്തവൽ, മുഖ്തസറൊക്കെ ബിരുദങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ജാമിയയെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്, ജാമിയയെ ഏറ്റെടുത്തത് ഔലിയാക്കളാണ്. ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. വിനീതനായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു സംഭവമാണ്. അതിലപ്പുറം ഒന്നില്ലല്ലോ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് മാത്രമല്ല, അതിൻ്റെ നേരെ ആ സദസ്സിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ പങ്കെടുക്കാനും സാധിച്ചു. വർഷങ്ങൾക്ക് മുമ്പ്, ഞാനവിടെ പഠിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ, എൻ്റെ മദ്രസ പഠനകാലത്ത് തന്നെ ഞാൻ സമ്മേളനത്തിന് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ദർസുകളിൽ പോകുമ്പോൾ അന്നത്തെ ആ ദിവസം ഞായറാഴ്ച, അന്ന് ദർസ് ലീവായിരിക്കുമല്ലോ, ജാമിയ സമ്മേളനം ആയതുകൊണ്ട്. അന്നും മിക്കവാറും സമ്മേളനത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലൊക്കെ അവിടെ പങ്കെടുക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിരുന്നു സമ്മേളനങ്ങൾ. കുറച്ച് കാലങ്ങളായിട്ട് വ്യാഴാഴ്ചയും ബുധനാഴ്ചയൊക്കെ സമ്മേളനങ്ങളും ഉണ്ടാവാറുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു വെള്ളിയാഴ്ച എന്നാണ് എൻ്റെ ഓർമ്മ, സമ്മേളനത്തിന് പതാക ഉയർത്തി അതിൻ്റെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്. അന്ന് ജാമിയയുടെ സെക്രട്ടറി മഹാനായ PVS മുസ്തഫ പൂക്കോയ തങ്ങളാണ്. അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു താല അവരുടെ പരലോക ജീവിതം സന്തോഷമായി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൊള്ളട്ടെ. ജാമിയക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകിയൊരു മഹാനാണ് PVS മുസ്തഫ പൂക്കോയ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഖബർ പെരിന്തൽമണ്ണ ടൗൺ മഹല്ല് ജുമാ മസ്ജിദിലാണ്, നമ്മളെ ഊട്ടി റോഡിലുള്ള
ആ വലിയ പള്ളി മുറ്റത്താണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അവിടെ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹത്തിനൊരു സലാം പറയാറുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഒരു ദുആ നടത്താറുണ്ട്. ആ പള്ളി കാണുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് ഓർക്കാറുമുണ്ട്. കാരണം അത്രയും നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ ഒരു മഹാനാണ് PVS മുസ്തഫ പൂക്കോയ തങ്ങൾ. അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് നൽകട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആ മഹാനുഭാവൻ ഇങ്ങനെ അദ്ദേഹം അത് ഇരുന്നിട്ടാണ് സ്വാഗതം പറയുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സമയം എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു അവസാന കാലങ്ങളിൽ. അദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതോ നിന്നിട്ട് എനിക്ക് അത് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം എന്തായാലും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാഗത ഭാഷണത്തിൽ, ജാമിയ ഇപ്പോൾ 600ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. ബാഫഖി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും ഒക്കെ ആഗ്രഹമായിരുന്നു 500 കുട്ടികൾ ഇവിടെ പഠിക്കണമെന്നുള്ളത്. അവരാഗ്രഹം ഇന്ന് സാധിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ പഠിക്കുന്ന കുട്ടികളുടെ ചിലവ് മറ്റും നമുക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയൊക്കെ സഹായങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവരിങ്ങനെ പറയുമ്പോഴാണ് മഹാനായ കണ്യാല മൗല നവ്വറല്ലാഹു മർക്കദഹു വ നഫഅനാ ബിഹി ഫിദ്ദാറൈൻ, മഹാനായ കണ്യാല മൗല, ആ മഹാനുഭാവൻ അപ്പോൾ അങ്ങോട്ട് വരികയാണ്. ഒരുപക്ഷെ ഞാൻ അതിൻ്റെ മുമ്പ് കണ്യാല മൗലയെ കണ്ടിട്ടില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കണ്യാല മൗലയെ കാണുന്നത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. കണ്യാല മൗല ഒരു വടിയൊക്കെ പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. ഒപ്പം കുറച്ച് ആളുകളൊക്കെ ബാക്കിൽ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ബേക്കോട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് മൗല നവ്വറല്ലാഹു മർക്കദഹു മാനവറുകൾ ഇങ്ങനെ വരുന്നത്. വന്ന് നേരെ സ്റ്റേജിലേക്ക് കയറി PVS മുസ്തഫ പൂക്കോയ തങ്ങളെ കയ്യിൽ തന്നെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 5000 രൂപ കൊടുത്തിട്ട് ഇത് ജാമ്യയുടെ കുട്ടികളുടെ ചിലവിലേക്കാണ് എന്ന് പറഞ്ഞ് ആ തുക കൈമാറി അവർ പോന്നു. ഈ വിവരം അപ്പോൾ തന്നെ മുസ്തഫ പൂക്കോയ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ജാമ്യയുടെ കമ്മിറ്റി അംഗം കൂടിയായ അബ്ദുള്ള ഹാജി 5000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് 5000 എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. ഈ ഒരു സംഭവം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം ജാമ്യയുടെ ചെലവുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഗതം പറയുമ്പോൾ അതിൻ്റെ സെക്രട്ടറി ആ വിഷയം പറയുമ്പോൾ മഹാനായ ഒരു വലിയ കണ്യാല മൗല നവ്വറല്ലാഹു മർക്കദഹു ഒരു സംഭാവന നേരിട്ട് കൊണ്ട് ഏൽപ്പിക്കുകയാണ്. എല്ലാം ഒരു 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 ബർക്കത്തുള്ളത് പോലെ എനിക്കത് ആ സദസ്സ് അനുഭവപ്പെട്ടു. പിന്നീട് ഞാൻ പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം ഉണ്ടായപ്പോൾ മഹാനായ മൗല നവ്വറല്ലാഹു മർക്കദ തന്നെ അവരുടെ കൈകൊണ്ട് അവരുടെ ചെലവിലായിട്ട് ഒരു കോൽക്കിണർ കുഴിച്ചിട്ടുണ്ട്. നല്ല കിണറാണെന്നും പറയുന്നുണ്ട്. എന്തായാലും അവരുടെ ഒരു കുടിവെള്ള പദ്ധതി അവിടെ ഉണ്ട് ജാമ്യയിൽ. ഇപ്പോഴും കുട്ടികൾ അവിടെ നിന്ന് കുടിക്കാനുള്ള വെള്ളം, ജാമ്യക്ക് വേണ്ടിയുള്ള വെള്ളം അതിൽ നിന്ന് കിട്ടുന്നുമുണ്ട് എന്നാണ് അറിവ്. ഇൻഷാ അല്ലാഹ് മറ്റു ഇത് കേൾക്കുന്ന ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഔലിയാക്കളുമായിട്ട് ജാമ്യക്ക് വലിയ ബന്ധമുണ്ട്. കാരണം കണ്യാല മൗല അതിൻ്റെ കമ്മിറ്റി അംഗമാണ് എന്ന് പറയുമ്പോൾ ജാമ്യ ഇഷ്ടപ്പെട്ട ഒരു മഹാനല്ലേ അവർ. അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ ജാമ്യയുടെ നേതൃപദവി അലങ്കരിച്ചിട്ടുണ്ട്. ജാമ്യയിൽ ഉസ്താദുമാരായിട്ടുണ്ട്, ജാമ്യയിലെ വിദ്യാർത്ഥികളായിട്ടുണ്ട്. ഇപ്പോഴും ജാമ്യയിൽ പഠിച്ചിരുന്ന പല ആളുകളും നല്ല മർത്തബകളിൽ അവർ വിരാജിക്കുന്നവരുണ്ട്.
അവരൊന്നും ഒരുപക്ഷെ വീഡിയോയിലോ അതുപോലെ സ്റ്റേജുകളിലൊന്നും നമ്മൾ കാണൂല. അവരെ അത്ര സൂക്ഷ്മശാലികളായ ആളുകൾ. അങ്ങനൊരു ബർക്കത്തുള്ള സ്ഥാപനമാണ് ജാമിയ. അതിൻ്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അത് പങ്കെടുക്കുക, വിജയിപ്പിക്കുക. നാളെയാണ് ഇതിൻ്റെ സമാപനം. അല്ലാഹു തആല അതിൻ്റെ ആ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല തൃപ്പനച്ചി ഉസ്താദ് ജാമിയ കാലത്ത് തൃപ്പനച്ചി ഉസ്താദിനെ കാണാൻ വരുന്ന ആളുകളോട് പറയും, ജാമ്യയിൽ പൊയ്ക്കോളി എന്ന് പറയും. അപ്പം ജാമ്യയിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഒരു പുണ്യമാണ്. ഞങ്ങൾ ജാമ്യയുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കാറുണ്ട് 2 വാഹനങ്ങളിലായിട്ട്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അത് 2 ദിവസങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉൾപ്പെട്ട വാഹനം പോകുന്നത് തൃപ്പനച്ചി ഭാഗത്തൂടെയാണ്. തൃപ്പനച്ചി, അങ്ങനെ ഇടവണ്ണപ്പാറ, അങ്ങനെ ആ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പം എന്നോട് ജാമ്യയുടെ ഓഫീസിലുള്ള അബുക്ക പറഞ്ഞു, തൃപ്പനച്ചി ഉസ്താദിൻ്റെ കൊടിമരത്തിലൊന്ന് പോയിക്കോണ്ടി. ഉസ്താദ് ഇഷ്ടപ്പെടുന്ന ഒരു ആളുകളാണ് നമ്മളൊക്കെ. ജാമ്യ ഉസ്താദ് ഇഷ്ടപ്പെടും, ജാമ്യയുടെ സന്തതികളെ ഉസ്താദ് ഇഷ്ടപ്പെടും. അവിടെ എപ്പോഴും ജാമ്യയുടെ ജൂനിയർ കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജാമ്യയെ മഹാനായ ഉസ്താദിന് വലിയ ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ആളുകളുടെ ഇഷ്ടം സമ്പാദിച്ച ഒരു സ്ഥാപനമാണ്. അള്ളാഹു ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അതിലാണല്ലോ നമുക്ക് ബർക്കത്തുള്ളത്. ഗുരുത്വമാണല്ലോ നമുക്ക് വേണ്ടത്. ഗുരുത്വം, അദബുണ്ടാകുമ്പോഴാണ് അറിവുണ്ടാകുന്നത്. അദബാണ് വലുത്. അദബാണ് നമ്മൾ അവരോടൊക്കെ കാണിക്കുന്നത്, അവരെ സ്നേഹിക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നത്. എപ്പോഴും നമ്മളെ ഔലിയാക്കൾ നമ്മുടെ മുമ്പിലാണ്. അവരുടെ അനുയായികളാണ് നമ്മൾ, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരാണ് നമ്മൾ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജാമിയെ ഇഷ്ടപ്പെടാനും അതുപോലെ ജാമിയക്ക് നേതൃത്വം നൽകുന്ന സമസ്തയെ ഇഷ്ടപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.